നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ നഗരസഭയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷത്തോടെ 4 വർഷത്തോളമായി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുക എന്ന ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഒട്ടനവധി കുട്ടികൾക്ക് ഈ 4 വർഷത്തോളമായി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയിലെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും സമയബന്ധിതമായി തന്നെ അർഹതപ്പെട്ടവർക്കൊക്കെ ഈ ഒരു ആനുകൂല്യം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത് അതിനോട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, ഒട്ടനവധി താഴെത്തട്ടിൽ നിന്ന് ഇനിയും ഒരുപാട് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. നഗരസഭാ തലത്തിലായാലും സംസ്ഥാന സർക്കാർ തലത്തിലായാലും ഒരുപാട് പദ്ധതികളുണ്ട്. പരമാവധി നമുക്ക് കിട്ടേണ്ട അർഹിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ ഒരാളുടെയും ഒരു ഭരണാധികാരിയുടെയും ഒരു ജനപ്രതിനിധിയുടെയും ഔദാര്യമല്ല. അതൊക്കെ അർഹിക്കപ്പെടുന്ന സമയത്ത് അർഹത ഉള്ളവരൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ വെക്കുമ്പോഴും വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത T, അഡ്വക്കേറ്റ് ഗിരീഷ്, ഫാത്തിമത്ത് സജിന, KK സലാം മാസ്റ്റർ, റസിയ ഷാഫി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PKK തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന ഫണ്ട് ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. ന്യൂസ് 99 തിരൂർ.